അധ്യായം 3. ഒരു ഞായറാഴ്ചയായിരുന്നു അത്. ഹിത്ക്ലിഫിന് ശിക്ഷ കിട്ടി. കാതറിനുമുണ്ട് ശിക്ഷ. രണ്ടുപേരെയും ഒരു തണുത്ത മുറിയിലാക്കി അടച്ചു. ഭക്ഷണം പോലും കൊടുത്തേക്കരുതെന്നായിരുന്നു ഹിൻലിയുടെ കൽപ്പന. രണ്ടുപേരും കൂടി മുറിയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യട്ടെ എന്നായിരുന്നു ഹിൻലി പറഞ്ഞത്. ഉച്ചയായി. എന്തായാലും ആഹാരം കൊടുക്കാതിരിക്കുന്നത് പാപമാകുമെന്ന് വിചാരിച്ച് ഞാൻ മുറിയുടെ അടുത്ത് ചെന്ന് വിളിച്ചു. അവരുടെ ശബ്ദമേ കേൾക്കുന്നില്ല. ഞാൻ മുറി തുറന്നു നോക്കിയപ്പോൾ ഭയന്നുപോയി. മുറിയിൽ രണ്ടുപേരുമില്ല. ഞാൻ ഉറക്കെ എല്ലാവരെയും വിളിച്ചു. വേലക്കാർ ഓടി വന്നു. വീട് മുഴുവൻ തിരഞ്ഞിട്ടും രണ്ടുപേരെയും കണ്ടെത്താനായില്ല. വിവരമറിഞ്ഞു വന്ന ഹിൻലി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. രാത്രി രണ്ടും വരുമല്ലോ. അവരെ അകത്ത് കയറ്റാൻ പാടില്ല. നേരത്തെ തന്നെ വാതിലുകൾ അടച്ചേക്കണം, ഹിൻലി കൽപ്പിച്ചു. വേലക്കാർ കൽപ്പന അനുസരിച്ച് നേരത്തെ തന്നെ വാതിലുകളെല്ലാം പൂട്ടി. രാത്രിയായി. എല്ലാവരും കിടന്നുറങ്ങി. എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ കാതോർത്ത് കിടന്നു. കാതറിനും ക്ലിഫും വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അവർ വന്ന് വാതിലിൽ മുട്ടിയാൽ ശബ്ദം കേട്ട് ഹിൻലി ഉണരും. പിന്നെ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ സങ്കല്പിക്കാനേ കഴിയില്ല. അവരുടെ കാലച്ച കേട്ടാൽ ആരും അറിയാതെ വാതിൽ തുറന്നു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ കിടന്നത്. ആകെ നിശബ്ദമായ രാത്രി. കാൽപെരുമാറ്റം കേൾക്കുന്നേയില്ല. എനിക്ക് ഉത്കണ്ഠ വർദ്ധിച്ചു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. സമയം രാത്രി ഏറെ വൈകിയിരുന്നു. ശ്വാസം അടക്കി പിടിച്ചാണ് ഞാൻ കിടന്നത്. പുറത്ത് ഇല അനങ്ങുന്ന ഒരൊച്ച കേട്ടു. ഞാൻ ചെവി വട്ടം പിടിച്ച് നിന്നു. ആരോ നടക്കുന്ന ഒച്ച തന്നെയാണ്. ഞാൻ എഴുന്നേറ്റിരുന്നു. കാൽപെരുമാറ്റം വാതിലിനടുത്തേക്ക് നീങ്ങുകയാണ്. വാതിൽ മുട്ടാനിടയായാൽ ആകെ കുഴപ്പമാകും. ആരാണെന്നറിയാതെ വാതിൽ തുറക്കുന്നതും ശരിയല്ല. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ കിതച്ചു. വാതിലിനടുത്തെത്തിയ കാൽപെരുമാറ്റം നിലച്ചു. ഇനി വാതിലിൽ മുട്ടിയേക്കുമോ? എങ്ങനെയെന്നറിയില്ല. ഞാൻ വാതിലിനടുത്തെത്തി. ഏതോ ധൈര്യത്തിൽ വാതിൽ തുറന്നു. മുന്നിൽ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു. ഹിത്ക്ലിഫ് ഒറ്റയ്ക്കേയുള്ളൂ. എനിക്ക് കരച്ചിൽ വന്നു. കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, കാത്തി എവിടെ? ക്ലിഫ് മന്ത്രിക്കുന്നത് പോലെയാണ് മറുപടി പറഞ്ഞത്. അവൾ എൻ്റെ കൂടെ വന്നില്ല. ഇവിടേക്ക് വരാൻ പറ്റില്ലല്ലോ. അവൾ ത്രഷ്ക്രോസ് ഗ്രേഞ്ചിലുണ്ട്. ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ എടുക്കാൻ വന്നതാണ്. കഥയൊക്കെ പിന്നെ പറയാം. അതൊക്കെ എടുത്ത് ഞാൻ പുറത്തിറങ്ങട്ടെ. അവൻ ശബ്ദമുണ്ടാക്കാതെ അകത്ത് കയറി എല്ലാം എടുത്ത് കയ്യിൽ പിടിച്ചു. അപ്പോഴും ഉറങ്ങുന്നവരുടെ കൂർക്കംവലി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സമാധാനമായി നിന്നു. ക്ലിഫ് പറഞ്ഞില്ല. അവൻ ചുറ്റും വീണ്ടും ഒന്നുകൂടി നിരീക്ഷിച്ചു. ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല എന്നുറപ്പായി. അവൻ ഒച്ച കുറച്ച് പറഞ്ഞു, ആ മുറിയിൽ ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വിറച്ച് വിറച്ചാണ് അത്രയും സമയം നിന്നത്. മരവിച്ച് മരിച്ചു പോകുമെന്ന് തോന്നിപ്പോയി. പിന്നെ രക്ഷപ്പെടണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തിറങ്ങി മഴ ചാറുന്നുണ്ടായിരുന്നു. കാത്തു നിന്നില്ല. മഴയത്ത് തന്നെ ഓടി. ത്രഷ്ക്രോസ് ഗ്രേഞ്ചിലെത്തി. അവിടെ കുട്ടികളെയൊന്നും ശിക്ഷിക്കുന്നില്ല. ക്ലിഫിൻ്റെ വാദത്തെ എതിർക്കാൻ തന്നെയാണ് തോന്നിയത്. ശരിയായിരിക്കാം. ഇവിടെ ശിക്ഷ ലഭിക്കുന്നതിന് നിങ്ങളുടെ പെരുമാറ്റം കൂടി കാരണമാണ്. ക്ലിഫ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പോയതിൻ്റെ വിവരണമാണ് നൽകിയത്. ഓ, എല്ലാം അറിയുമോ? ഞങ്ങൾ ഓടി ആദ്യം എത്തിയത് പാർക്കിലാണ്. ഞാൻ വേഗത്തിലോടി. കാതറിന് അത്ര വേഗം ഓടാൻ കഴിഞ്ഞില്ല. കാതറിൻ വളരെ ശ്രമിച്ചാണ് ഓടുന്നത്. നിർത്താതെയുള്ള ഓട്ടത്തിൽ അവൾ തളർന്നുപോയി. പാർക്കിൽ ഞങ്ങൾ കുറച്ചു സമയം വിശ്രമിച്ചു. അല്പം ക്ഷീണം മാറിയ ശേഷമാണ് ത്രഷ്ക്രോസിലേക്ക് ഓടിയത്. ഹിത്ക്ലിഫ് ഒന്നും ഒളിച്ചു വെച്ചില്ലെന്ന് തോന്നുന്നു. എല്ലാം പറഞ്ഞു. അവിടെയുള്ള പുറത്തെ വിശ്രമമുറിയിലാണ് അവർ കയറി നിന്നത്. ആരും കാണുന്നില്ലെന്ന് തോന്നിയപ്പോൾ ജനാലയ്ക്കടുത്തുള്ള ഇരിപ്പിടത്തിൽ ഇരുന്നു.
കർട്ടൻ കൊണ്ട് മറച്ചതിനാൽ ജനലിലൂടെ ഒന്നും കാണാൻ കഴിയില്ല. ക്ലിഫ് ജനൽ കർട്ടൻ ഒരു വശത്തേക്ക് അല്പം നീക്കി. അതിലൂടെ അകം കാണാൻ കഴിഞ്ഞു. ഭംഗിയുള്ള ഒരു മുറിയായിരുന്നു അത്. നിലത്ത് കടും ചുവപ്പ് നിറത്തിലുള്ള പരവതാനി വിരിച്ചിട്ടുണ്ട്. കസേരകളിലും മേശകളിലും ചുവന്ന വിരിപ്പുകൾ ഇട്ടത് മനോഹരമായി തോന്നുന്നുണ്ട്. മുറിയുടെ മധ്യത്തിലായി തൂങ്ങി നിൽക്കുന്ന വലിയൊരു വിളക്കുണ്ട്. വെള്ളി ചങ്ങലയിലാണ് അതിൻ്റെ കൊളുത്ത്. ലിൻഡനും ഭാര്യയും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. എഡ്ഗാറും സഹോദരിയും മാത്രമേ ഉള്ളൂ. എഡ്ഗാർ നിൽക്കുകയാണ്. സഹോദരി ഇസബെല്ല അടുത്തു നിന്ന് ചിണുങ്ങിക്കരയുന്നുണ്ട്. 11 വയസ്സാണ് അവൾക്ക്. സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലായത് എഡ്ഗാറും തേങ്ങുന്നുണ്ടായിരുന്നു എന്ന്. അവരുടെ മധ്യത്തിലായി ഒരു നായയുമുണ്ട്. അവൻ ഇങ്ങനെ പറയുന്നതിനിടയിലൊന്നും കാത്തിയെക്കുറിച്ച് പറയാഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആരാഞ്ഞു. കാത്തി എന്താ വരാത്തതെന്ന് നീ തെളിച്ചു പറയുന്നില്ലല്ലോ. അതാണ് നീ വേഗം പറയേണ്ടത്. ഒറ്റ വാക്കിൽ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ എലൻ ഡീൻ. കുറച്ചുകൂടി വിശദമായി പറയാം. അവരുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ ചിരിച്ചുപോയി. അച്ഛനെയും അമ്മയെയും ഉറക്കെ വിളിച്ച് കരഞ്ഞു. ഞങ്ങൾ അപ്പോൾ ഓടാൻ ശ്രമിച്ചതായിരുന്നു. അതിനു മുമ്പേ മുൻവശത്തെ വാതിൽ തുറക്കുന്നതാണ് കണ്ടത്. ഒപ്പം ഒരു നായ ചാടി ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്നു. അത് ഉറക്കെ കുരയ്ക്കുന്നുമുണ്ടായിരുന്നു. കാതറീൻ ഓടാൻ ഓങ്ങിയെങ്കിലും വീണുപോയി. നായ അവളുടെ വസ്ത്രത്തിൽ കടിച്ചു പിടിച്ചു. അവൾ കരയാൻ തുടങ്ങി. ഞാനൊരു കല്ലെടുത്ത് നായയുടെ വായിലിട്ടു കൊടുത്തു. കാത്തിയെ നായ കടിച്ചോ? ഞാൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. നായ കടിച്ചില്ല എന്നാണ് തോന്നുന്നത്. അവിടുത്തെ വേലക്കാരൻ വിളക്കുമായി പുറത്തെത്തി. വേലക്കാരൻ എത്തിയതും നായയെ പിടിച്ചു. കാതറിൻ ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അയാൾ കാതറിനെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. ഹിത്ക്ലിഫിന് പുറത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. അവനും അകത്തേക്ക് ചെന്നു. അവിടെയുണ്ട് എഡ്ഗാറിൻ്റെ അച്ഛൻ ലിൻഡൻ നിൽക്കുന്നു. വേലക്കാരൻ അയാളോട് പറഞ്ഞത് കേട്ട് ഹിത്ക്ലിഫ് നാണിച്ചുപോയി. ഇവൾ മാത്രമല്ല യജമാനെ, വൃത്തികെട്ട ഒരു ആൺകുട്ടിയുമുണ്ട്. കളവിന് വന്നതാണിവർ. അയാൾ ഹിത്ക്ലിഫിനെ പിടിച്ചു വലിച്ച് വെളിച്ചത്തിലേക്ക് നിർത്തി. ക്ലിഫിൻ്റെ രൂപവും നിറവും കണ്ട് അവർക്ക് അറപ്പ് തോന്നി. മുഖത്ത് വെള്ളം തളിച്ച് കുടിക്കാൻ കൊടുത്തപ്പോൾ കാതറിൻ കണ്ണു തുറന്നു. എഡ്ഗാർ അവളെ സൂക്ഷിച്ചു നോക്കി. എഡ്ഗാർ അമ്മയുടെ ചെവിയിൽ പറയുന്നത് ഹിത്ക്ലിഫ് കേട്ടു. ഇത് ഏൻഷായുടെ മോളാണ്. ഇവളെ ഞാൻ പള്ളിയിൽ കാണാറുണ്ട്. അമ്മ അതിശയപ്പെട്ടു. ഏൻഷായുടെ മകൾ ഷൂ പോലുമില്ലാതെ മഴയത്ത് നടക്കുന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളെ ഇങ്ങനെ നടക്കുവാൻ അവളുടെ സഹോദരൻ സമ്മതിച്ചല്ലോ എന്ന് അവർ അത്ഭുതപ്പെട്ടു. ഈ ആൺകുട്ടി ഏതാണ്? ലിവർപൂളിൽ നിന്ന് ഏൻഷാ കൊണ്ടുവന്ന കുട്ടിയാണോ? അവർ ഹിത്ക്ലിഫിനോട് തന്നെയാണ് ചോദിച്ചത്. ഹിത്ക്ലിഫ് അതെ എന്ന് സമ്മതിച്ചു. അവർ ഉടൻ ഗൗരവത്തിൽ പറഞ്ഞു, ഉടൻ ഇവിടെ നിന്നും പൊയ്ക്കൊള്ളണം. നീ ഇവിടെ നിൽക്കുകയേ വേണ്ട. അത് കേൾക്കേണ്ട താമസം വേലക്കാരൻ ഹിത്ക്ലിഫിനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. കാതറിൻ ഇല്ലാതെ ഞാൻ പോകില്ല. ഹിത്ത് വാശി പിടിച്ചു നിന്നു. വേലക്കാരൻ ഹീത്തിനെ പിടിച്ചു വലിച്ച് പുറത്താക്കി വാതിലടച്ചു. അവർ കാതറിൻ്റെ കാലുകൾ കഴുകിക്കൊടുത്തു. അവൾക്ക് കുടിക്കാൻ കൊടുത്തു. നല്ല ഉടുപ്പുകളും നൽകി. ഞങ്ങൾ പറഞ്ഞതൊന്നും കേട്ടില്ലെങ്കിലും ഹിൻലി ഉറക്കമുണർന്നു വന്നു. ഹിത്ക്ലിഫ് മാറി നിന്നു. ഹിൻലി അത് കണ്ടു. ഹിൻലി എന്നോട് വിവരം തിരക്കി. ഞാൻ സംഭവം ചുരുക്കി പറഞ്ഞു കൊടുത്തു. കാതറിൻ വന്നാൽ അകത്ത് കയറ്റരുതെന്ന കർശന നിർദ്ദേശം നൽകിയാണ് ഹിൻലി അകത്തേക്ക് പോയത്. അധ്യായം 3 ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.